തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവായ ഈശോയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഈശോയല്ല പ്രധാനപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിങ്ങൾ കരുതുന്നത് ആരെയാണ്? യോസേപ്പിതാവിനെയാണോ? പരിശുദ്ധ മാതാവിനെയാണോ? മറ്റേതെങ്കിലും വിശുദ്ധന്മാരെയാണോ? ഒരാവശ്യം ഏറ്റവും ആദ്യം നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു? യേശുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് കർത്താവായ യേശുവിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കാതെ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ഈശോ അവരെ തള്ളിക്കളയുന്നില്ല, പക്ഷേ ദൈവവചനം പഠിച്ച് നമ്മുടെ ഹൃദയം നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ യേശുവിനുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം തന്നെ യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് ക്രിസ്തീയ ജീവിതം ഉണ്ടായിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിസ്തീയ സഭയിൽ അംഗത്വം ലഭിക്കുമായിരുന്നില്ല. നമുക്ക് നിത്യജീവൻ്റെ അനുഭവം, നിത്യജീവൻ്റെ ഉടമസ്ഥരാകാൻ കഴിയുമായിരുന്നില്ല. നാം ഇപ്പോഴും നിത്യജീവൻ ഇല്ലാത്തവരായിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മളങ്ങോട്ട് യേശുവിനെ തിരഞ്ഞെടുത്തതാണ്, നമ്മളങ്ങോട്ട് മാമോദിസ മുങ്ങി അങ്ങോട്ട് ക്രിസ്ത്യാനിയായി, നമ്മുടെ ചാക്കോ മാപ്പിളയുടെ വീട്ടിൽ ജനിച്ച് ക്രിസ്ത്യാനിയായി എന്നാണ് ഇപ്പോൾ ചിലർ വിചാരിക്കുന്നത്. യുഗാരംഭങ്ങൾക്ക് മുമ്പ് തന്നെ, ഈ ലോക സ്ഥാപനം മുതൽ തന്നെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ മാമോദിസ മുങ്ങി വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൽ 16-ാം തിരുലിഖിതം: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് മാമോദിസം മുങ്ങാന്ന് വിചാരിച്ച് കയറി അങ്ങോട്ട് മുങ്ങിയതല്ല. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആരാണ് ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തത്? യേശു. അപ്പം ഞാൻ ചിന്തിക്കുന്നതാണ്, വട്ടായിൽ അച്ഛനെ യേശു, അച്ഛൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, യുഗാരംഭങ്ങൾക്ക് മുമ്പ് തന്നെ യേശു എന്നെ തിരഞ്ഞെടുത്തു. അബ്രാഹാം ജനിച്ച കാലത്ത് ജനിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റുമായിരുന്നോ? അബ്രാഹമുണ്ട്, സോളമനുണ്ട്, യേശയ്യായുണ്ട്, ജെറമയുണ്ട്. ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അനുഗ്രഹം, ഭാഗ്യം കിട്ടിയാ? പക്ഷെ അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം യുഗാരംഭങ്ങൾക്ക് മുമ്പ് തന്നെ യേശയ്യായ്ക്ക് കൊടുത്തില്ല, ജെറമയായ്ക്ക് കൊടുത്തില്ല, ദാവീദിന് കൊടുത്തില്ല, സോളമന് കൊടുത്തില്ല. പക്ഷേ അത് വട്ടായിലച്ചന് കൊടുത്ത്, കത്രീനാമ്മയ്ക്ക് കൊടുത്ത്. യുഗാരംഭങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു വരെ ഉണ്ടായിരുന്നവരെക്കാളൊക്കെ വലിയ സ്ഥാനം നിങ്ങൾക്ക് നൽകിയതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ, യേശുവിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ജനിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയാനിട വന്നത്. അവരൊക്കെ കാണാൻ ആഗ്രഹിച്ചു, കണ്ടില്ല. അവർക്ക് കേൾക്കാൻ ആഗ്രഹിച്ചു, കേട്ടില്ല. അവർക്കൊന്നും ആ നാമം വഹിക്കാനുള്ള അനുഗ്രഹം ഈശോ കൊടുത്തില്ല. ഇത് യേശു യുഗാരംഭങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അനുഗ്രഹം ലഭിച്ചത്. നമ്മളെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കടയിൽ ചെന്നു, തുണി എടുക്കണം. നിങ്ങൾക്ക് ഒരു തുണി, അവിടെ പല സാരികൾ ഇരിക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾ നോക്കി നിങ്ങളുടെ കളറിന് പറ്റിയതും, നിങ്ങളുടെ വലിപ്പത്തിന് പറ്റിയതും, നിങ്ങളുടെ ഉപയോഗത്തിന് പറ്റിയതും, നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയതും പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആ മുനിസിപ്പാലിറ്റിയിൽ വേസ്റ്റ് കൊണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പല്ല. വണ്ടി കൊണ്ടുവരിക, കോരിയിടുക, കൊണ്ടുപോവുക, അല്ലേ? അതുപോലെയല്ല തിരഞ്ഞെടുപ്പ്. മനസ്സിലായ? തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് വ്യത്യാസപ്പെട്ട ഒരു സംഗതിയാണ്. പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിനകത്ത് ആദ്യം തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരാളുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതാരാണ്? യേശു. ഉറക്കെ പറ, യേശു ക്രിസ്തു. അപ്പോൾ പറയണം, യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത ആളാ നിൽക്കണമെന്ന് പറയണം. യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത ആളാന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞേക്ക് എൻ്റെ കൂട്ടത്തിലുള്ളൊരു സഹോദരൻ, ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ എന്ന് വിചാരിക്കുക, ഒരു 10-15 വയസ്സേ ഉള്ളൂ, 10-20 വയസ്സേ ഉള്ളൂ. ആ സഹോദരനെ അച്ഛൻ പല കാര്യങ്ങളും നോക്കി തിരഞ്ഞെടുത്തു. ഈശോയ്ക്ക് പറ്റിയ ആളാണെന്ന് ഞാൻ തിരഞ്ഞെടുത്തു. അച്ഛൻ്റെ കൂടെ നടന്നു. അങ്ങനെ അച്ഛൻ ആ സഹോദരൻ ഒരു ദിവസം കോതമംഗലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഹോസ്പിറ്റലിലാണ്, അവിടെ ഒരു കാര്യത്തിന് വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്ററിന് മനസ്സിലായി ഇത് അച്ഛൻ്റെ കൂടെയുള്ള. ഉടനെ സിസ്റ്റർ എല്ലാവരോടും അനുസരിച്ച് വട്ടായിലച്ഛൻ തിരഞ്ഞെടുത്ത ആളാട്ടോ എന്ന് പറഞ്ഞു. എന്തിനു പറയണം, അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹം. എല്ലാവരും വരുന്നു, പ്രാർത്ഥിക്കുന്നു, രോഗികളെ കൊണ്ടുവരുന്നു, പ്രാർത്ഥിക്കുന്നു, ഈശോ അവിടെ പ്രവർത്തിക്കുന്നു, വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. നോക്കിയേ, തിരഞ്ഞെടുത്ത ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഭവനത്തിൽ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മളെക്കുറിച്ച് ഇത് വട്ടായിലച്ഛൻ തിരഞ്ഞെടുത്ത ചെറിയൊരു ഡൂക്കിലി അങ്ങനെയാണ്. ശരിക്കും സാക്ഷാൽ ദൈവപുത്രനായ യേശു തിരഞ്ഞെടുത്ത ആളുകൾ ചെന്നാലോ, നിങ്ങൾ മാലാഖമാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴേ എല്ലാവരും അതെ അത് കുഞ്ഞാട് ദൈവപുത്രനായ യേശു തിരഞ്ഞെടുത്ത ആളാട്ടോ. ഉടനെ മാലാഖമാരെല്ലാം ആദരവോടെ നിൽക്കുന്നു. ക്രോവേൻ വൃന്ദങ്ങൾ ആദരവോടെ നിൽക്കുന്നു, സ്രാപ്പൻ വൃന്ദങ്ങൾ ആദരവോടെ നിൽക്കുന്നു, അഗ്നിമായന്മാർ ആദരവോടെ നിൽക്കുന്നു, ഭദ്രാസനന്മാർ ആദരവോടെ നിൽക്കുന്നു. ഒരാളുടെ തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ പുറകിൽ. ആ ആളാരാണ്? ആ തെരഞ്ഞെടുത്ത ആളെ മറക്കരുത്. യോഹന്നാൻ 15:16 ഒന്നും കൂടെ വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യേശുപിതാവല്ല നമ്മളെ തിരഞ്ഞെടുത്തത്. ആരാ നമ്മളെ തിരഞ്ഞെടുത്തത്? സാക്ഷാൽ ദൈവപുത്രനായ യേശു. പ്രിയപ്പെട്ട സഹോദരൻ, കാട്ടിലെ തടി പോലെ അല്ല നമ്മൾ. തിരഞ്ഞെടുത്ത ഒരാൾ പുറകിൽ നിൽപ്പുണ്ട്. ഞാനിപ്പോൾ വന്നാലേ, ഞാനിങ്ങനെ പോയാലും ശരി, എൻ്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. പാലക്കാട് രൂപതയുടെ ബിഷപ്പ് മനത്തോടത്തെ പിതാവിന് പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. ആര്? ഈശോ തന്നെ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുഴയെ കൂടെ ഒഴുകി പോകുന്നത് തടി പോലെ അല്ല ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ പോണത്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ആ തടി ഒഴുകി പോയി എവിടെയെങ്കിലും നിന്ന് അടിഞ്ഞാൽ അവിടെ കടന്നോളും. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഈ തിരഞ്ഞെടുത്ത ആൾ ഇതിൻ്റെ പുറകെ നോക്കണ്ടേ. അവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ആയാൽ ഈ ആൾ വരും അവിടെ ബ്ലോക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. 1 കൊരിന്തോസ് 1:26-29 വരെ വാക്യങ്ങൾ. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിളിയുള്ള ആളാണ്. ദൈവം നേരിട്ട് വിളിച്ചിരിക്കുന്ന ആളാണ്. നിങ്ങൾ ബസ്സിൽ കയറുമ്പോഴും, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും, നിങ്ങൾ കാട്ടിക്കൂടെ നടക്കുമ്പോഴും, നിങ്ങൾ അർദ്ധരാത്രിക്ക് നടക്കുമ്പോഴും, നിങ്ങൾ കാട്ടുമൃഗങ്ങൾ കാട്ടാനയുടെ ഇടയിൽ കൂടെ പോകുമ്പോഴൊക്കെ അവർക്ക് നിങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവം നേരിട്ട് വിളിച്ച ആളാണ്. യുഗാരംഭങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ 26-29 വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ലഭിച്ച ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് ബുദ്ധിമാന്മാരും വിവേകികളും അധികമില്ല, ശക്തരും കുലീനന്മാരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും, അവഗണിക്കപ്പെട്ടവയെയും, ഇല്ലായ്മയെ തന്നെയും. അപ്പോൾ ഇവിടെ ഇരിക്കണം, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങളുടെ എന്തോ പുണ്യയോഗ്യത കൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് വിചാരിക്കരുത്. അതേ, എൻ്റെ സ്വഭാവവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആ നടപ്പും ഇടിപ്പൊക്കെ കണ്ടപ്പം എന്നെ വിളിച്ചതെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഇല്ലായ്മ, നിങ്ങളൊന്നും അല്ലായിരുന്നു, വെറും പൊടിയും ചാരമായി കിടക്കുമ്പോൾ അവിടെ വന്ന് ഈശോ തിരഞ്ഞെടുത്തു. വട്ടായിലച്ഛനെ തിരഞ്ഞെടുത്ത് എന്തെങ്കിലും നല്ല സ്വഭാവം കണ്ടിട്ട് തിരഞ്ഞെടുത്താന്ന് വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ആകപ്പെടും. ഒരു വ്യക്തിയെ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ആ ആൾ ഏറ്റവും ബെസ്റ്റ് ആളായതുകൊണ്ടാണ് ഈശോ തിരഞ്ഞെടുത്തത്. ബെസ്റ്റ് ആളുകൾ വേറെയുണ്ട്, നല്ല സ്വഭാവമുള്ളവർ വേറെയുണ്ട്. സ്വഭാവത്തിൻ്റെ മഹിമ നോക്കിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുലമഹിമ നോക്കിയിട്ടോ, നമ്മൾ ജനിച്ച വീടിൻ്റെ തറവാടിത്തം നോക്കിയിട്ടോ അല്ല യേശു തിരഞ്ഞെടുക്കണത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു തിരഞ്ഞെടുക്കുക എന്തുകൊണ്ടാ? യേശു തിരഞ്ഞെടുക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. യേശുവിന് അങ്ങോട്ട് ഇഷ്ടം തോന്നി, അപ്പം അങ്ങോട്ട് തിരഞ്ഞെടുത്തു.
അത്ര കാര്യമുള്ളൂ. ഈശോ തീരുമാനിച്ചു, ഈശോ തിരഞ്ഞെടുത്തു, ഈശോ നടപ്പാക്കി, ഇത്രയേ ഉള്ളൂ. അതിൽ നമ്മുടെ ഇല്ലായ്മയെ തന്നെ ഒന്നും അല്ലാതിരുന്ന് നമ്മളെ ഈശോ അങ്ങോട്ട് തിരഞ്ഞെടുത്തു. നാഴികയ്ക്ക് 40 നേരം ചൂടാകുന്നവരായിരിക്കും, ചൂടാകുന്ന പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നവർ, എന്നാലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഒരുപാട് ചീത്ത വിളിക്കുന്നവരായിരിക്കും തിരഞ്ഞെടുത്തു. മൂക്കറ്റ മദ്യപിക്കുന്നവരായിരിക്കും. 8 വയസ്സോട് പുകവലിയും 15 വയസ്സോട് മദ്യപാനവും മുടങ്ങാതെ ചെയ്ത് കുർബാനയ്ക്ക് ഒരിക്കലും പോകാതെ മുത്തിയമ്മയെന്ന് പറഞ്ഞ് കടന്നു നടക്കുന്ന ചേട്ടനെയും തിരഞ്ഞെടുത്തു. ഒരിക്കൽ പോലും യേശുവിനെ വിളിക്കുന്നില്ലെങ്കിലും ഈശോ തിരഞ്ഞെടുത്തു. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, അവൻ്റെ സ്നേഹം കൊണ്ട് ഒന്നുമില്ലായ്മയെ അങ്ങ് തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് വല്ല സ്നേഹമുണ്ടോ എന്നിട്ട് ഈശോയോട്? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഈശോയിലുള്ള തിരഞ്ഞെടുപ്പ്. നമ്മുടെ ഒന്നുമില്ലായ്മ, നെറുകം മുതൽ പാദം വരെ ചോര ഒലിപ്പിക്കുന്ന വ്രണങ്ങൾ മാത്രം, ആന്തരിക മുറിവ്, തൊട്ടവാടി സ്വഭാവം, നമ്മുടെ പ്രകൃതം ആലോചിച്ചാൽ മതി. അതാണ് പറയണത്, നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുക. അത് ചിന്തിച്ചാൽ ഒരാൾ പോലും ഇഷ്ടപ്പെടാത്ത പ്രകൃതമാണെങ്കിൽ പോലും ഈശോ നിങ്ങളെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തു. നിങ്ങൾ നിങ്ങളുടെ ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ എന്നാണ് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യം. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചു, നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. യുഗാരംഭങ്ങൾക്ക് മുമ്പ് ദൈവം തിരഞ്ഞെടുത്ത പേര് ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ രൂപപ്പെടുത്തി വെച്ചു, കൊത്തിവെച്ച്. മുൻകൂട്ടി തിരഞ്ഞെടുത്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 39 വാക്യങ്ങൾ. പിതാവ് എനിക്ക് മുൻകൂട്ടി നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. എൻ്റെ പിതാവ് മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഒരാളെ പോലും നഷ്ടപ്പെടുത്താതെ അവസാനം പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി പിതാവിൻ്റെ അടുത്ത് ഇരുത്തുക. അതിനുവേണ്ടി ഈശോ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന യേശുവുണ്ട്. ആരെങ്കിലും ആ യേശുവിനെ ഓർക്കണുണ്ടോ? എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യേശുവുണ്ട്. യേശുവിൻ്റെ ആഗ്രഹം ഇതാണ്, പിതാവ് ഈശോയ്ക്ക് മുൻകൂട്ടി തിരഞ്ഞെടുത്ത് കൊടുത്ത ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി യേശു എന്താണ് ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും, ഓരോ സെക്കൻഡിലും എനിക്ക് വേണ്ടി ചെയ്യുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന രണ്ടാമത്തെ വിഷയം. ആ വിഷയത്തിൻ്റെ പേരാണ്, അതിപ്പോൾ ഒന്നാമത്തെ വിഷയമാണ്, ഞാൻ എൻ്റെ ഈശോയാണ് തിരഞ്ഞെടുത്ത് എനിക്ക് ക്രിസ്തീയ ജീവിതം തന്നത്. ഞാൻ ഒന്നുമല്ലാതിരിക്കുക, എൻ്റെ ഈശോ എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് ഉറവിടം യേശു അത്രേ. ഒന്നാമത്തെ പോയിൻ്റ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യേശുവിനുള്ള പ്രാധാന്യത്തിൽ രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ ശക്തിയും എനിക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൽ നിന്നാണ്. എൻ്റെ യേശു എന്നെ എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറിലും, എല്ലാ സെക്കൻഡിലും എൻ്റെ യേശു എന്നെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ യേശുവിൽ ഞാൻ വലിയവനാണ്. എൻ്റെ യേശുവിൽ ഞാൻ യേശുവിനോളം വലിപ്പമുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. എൻ്റെ യേശു എന്നെ ചെറുതായിട്ടും നിസ്സാരക്കാരനായിട്ടും വാലായിട്ടും അല്ല കണക്കാക്കുന്നത്. എൻ്റെ യേശു എന്നെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു മന്ത്രിയാണെങ്കിൽ മന്ത്രിയുടെ കൂടെയുള്ളവരെ മന്ത്രി എങ്ങനെ കണക്കാക്കണത്? മന്ത്രിയുടെ അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആളുകളില്ലേ, പേഴ്സണൽ സ്റ്റാഫ്, PA ഒക്കെ ആയിട്ട് കണക്കാക്കുന്നില്ലേ? യേശു എന്നെ PA ആയിട്ടല്ല കണക്കാക്കണത്. യേശു എന്നെ സെക്രട്ടറി ആയിട്ടല്ല കണക്കാക്കണത്. യേശു എന്നെ ഓഫീസ് സ്റ്റാഫായിട്ടല്ല കണക്കാക്കണത്. യേശു എന്നെ കുടുംബക്കാരനായിട്ടല്ല കണക്കാക്കണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു അപ്പനും മകനും ആണെങ്കിൽ ആ അപ്പൻ മകനെ എങ്ങനെ കണക്കാക്കണത്? എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന നിലയിൽ കണക്കാക്കണത്. യേശു എന്നെ യേശുവിൻ്റെ ആ കുടുംബത്തിലെ കുടുംബക്കാരനായിട്ടല്ല കണക്കാക്കണത്. യേശുവിനെ എങ്ങനെ കണക്കാക്കണമെന്ന് അറിയാവോ? യേശു തിരഞ്ഞെടുത്തവരെ കണക്കാക്കണത് യേശുവിനെ പോലെ തന്നെയാണ് കണക്കാക്കണത്. യേശു ക്രിസ്തുവിൻ്റെ സർവ്വതും യേശു അങ്ങോട്ട് കൊടുക്കുകയാണ്.
ലോകത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. യേശുവും ക്രിസ്ത്യാനികളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പറയാൻ വേണ്ടി പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്ന്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അംബാസഡറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ യേശുവിൻ്റെ ദൂതനാണ്, ഞാൻ യേശുവിൻ്റെ മെസ്സഞ്ചറാണ്. പക്ഷെ അങ്ങനെയല്ല യേശു നമ്മളെക്കുറിച്ച് പറയണത്. നീ എൻ്റെ ദൂതനാണ്, അല്ലെങ്കിൽ നീ എൻ്റെ ശിഷ്യനാണ്, അങ്ങനെയൊന്നുമല്ല യേശു പറയണത്. യേശു പറയണത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്, ഞാൻ തായ്തടിയും നിങ്ങൾ ശാഖകളുമാണ്. ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്. ഇത് മറ്റെല്ലാ ബന്ധങ്ങളും തുലനം ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ബന്ധമാണ്. എന്താ അത്? ഇപ്പോൾ അപ്പന് മക്കളെന്ന് പറഞ്ഞാൽ എന്താ? അപ്പൻ്റെ കുറേ സാധനങ്ങൾ മക്കൾക്ക് കിട്ടും, ഇത്രേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് അമ്മയ്ക്ക് കൊടുത്താൽ അത് അമ്മ കൊണ്ടു, പ്രൈസ് ദി ലോർഡ്. കുറച്ച് കള്ളു കുടിച്ച് നശിപ്പിച്ച് അത് പോയി. അപ്പൻ്റെ കുറേ സാധനമൊക്കെ മക്കൾക്ക് കിട്ടും. അപ്പൻ്റെ കുറേ സ്വഭാവം മക്കൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. അപ്പൻ്റെ കുറേ സമ്പത്ത് ചിലപ്പോൾ മക്കൾക്ക് കിട്ടും. ഹല്ലേലൂയ. പക്ഷേ യേശു പറയണത് അങ്ങനെയല്ല. എൻ്റെ കുറേ സാധനം നിങ്ങൾക്ക് തരാം എന്നല്ല പറയണത്. യേശു പറയണത്, ഞാൻ തായ്തടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈ തായ്തടിയിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ യേശുവിനോട് ഐക്യത്തിയിരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നറിഷ്മെൻ്റ് ഉണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. ഞാൻ ഉപവസിക്കുന്നതുകൊണ്ടാണ് എൻ്റെ അഭിഷേകം വർദ്ധിക്കുന്നത്. ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികളുടെ വിചാരം ഇതാണ്. അവർ യേശുവിനോട് ഐക്യത്തിലിരിക്കാൻ പോവുകയില്ല, അവർ യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ പോവുകയില്ല, അവർ യേശുവിനോട് മിണ്ടാൻ പോവുകയില്ല, അവർ യേശുവിനോട് സംസാരിക്കില്ല, അവർ യേശുവിൻ്റെ കൂടെ വ്യാപരിക്കില്ല, അവർ യേശുവിൻ്റെ അടുത്തിരിക്കുകയില്ല, യേശുവിനെ അറിയുകയില്ല, യേശു ഇവരെ അറിയില്ല. പക്ഷേ അവർ തലകുത്തി മറിഞ്ഞ് ഉപവസിക്കും. അതിനുശേഷം അവർ നല്ലൊരു ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെല്ലാം വേണം, അത് വേറെ. അത് യേശുവിനോട് ബന്ധത്തിൽ വരുമ്പോൾ നമ്മൾ വേറെ വിധത്തിൽ നമ്മളതെല്ലാം ചെയ്യും. പക്ഷേ നമ്മുടെ ഉപവാസമോ നമ്മുടെ പുണ്യപ്രവൃത്തികളോ നമ്മുടെ നോട്ടവാശിയോ നമ്മുടെ ജെൻറ്റിൽ ലൈഫോ നമ്മുടെ വിശുദ്ധ ജീവിതമോ ഇതൊന്നുമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊർജം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊർജ്ജം ഇതൊന്നുമല്ല. നമ്മുടെ നല്ല സ്വഭാവമോ ഡിസിപ്ലിനോ അച്ചടക്കമോ ഇതൊന്നുമല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊർജം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് തായ്തടിയോട് ചേർന്നിരിക്കുന്ന ശാഖ ചേർന്നിരിക്കുന്ന പോലെ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ യേശുവിനോട് ഒട്ടിയിരുന്നാൽ മതി. അപ്പോൾ യേശുവിൻ്റെ മുഴുവൻ ജീവശക്തിയും ഈ ശാഖയിലേക്ക് ഇങ്ങോട്ട് വരും. ഫിലിപ്പിയ ലേഖനത്തിൽ ദൈവവചനത്തിലൂടെ അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിൽ മറ്റൊരു ബൈബിൾ വേർഷൻ ഞാൻ വായിച്ചെങ്ങനെയാണ്, ഇൻ ഹിസ് സഫിഷ്യൻസി ഐ ആം സഫിഷ്യൻറ്റ്. സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമൃദ്ധിയുണ്ട്. ആരുടെ? എൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ടോ എൻ്റെ ഉപവാസം കൊണ്ടോ എൻ്റെ പ്രത്യേക തരത്തിലുള്ള ജീവിത ശൈലി കൊണ്ടോ ഒന്നും അല്ല ഐ ആം ഇങ്ങനെ നല്ല ഹാപ്പി ആയിരിക്കണത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിരിക്കണത്? യേശുവുണ്ട്. എൻ്റെ കാര്യം യേശു നോക്കും. യേശു ഉള്ളിടത്തോളം കാലം, യേശുവിൽ സമൃദ്ധി ഉള്ളിടത്തോളം കാലം ഐ ആം സഫിഷ്യൻറ്റ്. ഞാനൊരു തെറ്റിൽ വീണു, ഒരു തെറ്റിൽ വീണു, അയ്യോ ഞാൻ നശിച്ചേ, അങ്ങനെ നശിച്ച് നിരാശപ്പെട്ട് ഞാൻ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഇൻ ഹിസ് സഫിഷ്യൻസി ഐ ആം സഫിഷ്യൻറ്റ്. ഞാൻ നേരെ ചെല്ലും, ഞാൻ യേശുവിനോട് പറയും, യേശുവേ എനിക്കൊരു വീഴ്ച പറ്റി. അപ്പോൾ എൻ്റെ യേശു, കരുണാമയനായ യേശു എനിക്ക് വന്ന കുറവുകളെല്ലാം നികത്തി, ഞാൻ വഴി ആർക്കെങ്കിലും കുറവെന്ന് അവർക്കും നികത്തി ഈശോ തൻ്റെ സമൃദ്ധിയിൽ നിന്ന് എന്നെയും ലോകത്തെയും അനുഗ്രഹിക്കും. അതാണ് യേശുവിലുള്ള ശരണം. യേശുവിനെ അറിയാത്തവരും യേശുവിൽ ശരണപ്പെടാത്തവരും എന്തു ചെയ്യും? അവർ ഭയപ്പെടും, അവർ നിരാശപ്പെടും, അവർ തൂങ്ങി മരിക്കാൻ നോക്കും, അവർ കടലിൽ ചാടാൻ നോക്കും. കാരണം അവർക്ക് വേറെ ശരണമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പിയ ലേഖനത്തിലെ വചനം നമ്മൾ ഓർക്കണം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും ഭയചകിതരാകരുത്. നമ്മൾ യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. ദൂതന്മാരോ ആധിപത്യങ്ങളോ നരകമോ എന്തു തന്നെ ആയിക്കോളാം, ഇളകി മറിഞ്ഞാലും നിങ്ങൾ ഭയചകിതരാകരുത്. നിങ്ങൾ പറയണം, ഞാൻ യേശുവിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്, ഞാൻ യേശുവിലാണ് ജീവിക്കുന്നത്, യേശുവാണ് എൻ്റെ കാര്യം നോക്കണത്, എനിക്ക് യേശു ഉള്ളിടത്തോളം കാലം ഞാൻ ആരെയും ഭയപ്പെടുകയില്ല.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഒരു സ്പെഷ്യൽ റിലേഷനാണിത്. ഇത് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെയല്ല. തായ്തടിയിലൂടെ ഒഴുകുന്ന ഊർജ്ജം മുഴുവൻ ശാഖയ്ക്ക് അവകാശപ്പെടുന്ന, ആവശ്യമുള്ളത് വലിച്ചെടുക്കാം. ശാഖയുടെ മുഴുവൻ ഫലങ്ങളും തായ്തടിയുടേതാണ്. രണ്ടുപേരും കൂടി ഒരു ജീവിതം. എന്നെ കൂടാതെ എൻ്റെ യേശുവിന് ജീവിതമില്ല, യേശുവിനെ കൂടാതെ എനിക്കും ജീവിതമില്ല. അത് നോക്കിക്കേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആര് എന്നിലും ഞാൻ അവനിലും, അതാണ് തായ്തടി ശാഖയും. ശാഖയിൽ തായ്തടിയുടെ ജീവനാണ് ഫുള്ളായിട്ടിരിക്കുന്നത്. ശാഖയുടെ മുഴുവൻ ഫലങ്ങളും തായ്തടിയുടെ തന്നെ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ്. ശാഖയിൽ തായ്തടിയുണ്ട്, തായ്തടിയിൽ ശാഖയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മ്യൂച്വൽ. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അവൻ ഒരിക്കലും വിഷമിക്കില്ല, സങ്കടപ്പെടില്ല. അവൻ യേശുവുണ്ട്. അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സീ ഹൗ ഇമ്പോർട്ടൻറ്റ് ദ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ് ഈസ്. യേശുവുമായുള്ള ബന്ധം എത്ര പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കുവിൻ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്നിൽ വസിക്കാത്തവൻ നമ്മൾ യേശുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി കൂട്ടാക്കാതെ നടന്നാൽ നമ്മൾ മരിക്കുന്നത് വരെ യേശു കാത്തിരിക്കും. പക്ഷേ നിർബന്ധിക്കില്ല. നമ്മളെ ബലപ്രയോഗം നടത്തി ഈശോയിലേക്ക് നിർബന്ധിക്കില്ല. യേശു കാത്തിരിക്കും. അപ്പോൾ യേശുവുമായുള്ള കണക്ഷന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മുടെ ജീവനാണത്. വാക്കിലും പ്രവൃത്തിയിലും ഇരിപ്പിലും നടപ്പിലും എപ്പോഴും യേശുവിനെ കുറിച്ച് ചിന്തിക്കണം. യേശുവിനോട് സംസാരിക്കണം. യേശുവാരുടെ റിലേഷൻ മങ്ങുന്ന എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ആ കരട് പോലും നിൽക്കണം. പാപമാണോ ഇല്ലയോ നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ 24 മണിക്കൂറും അതിലിങ്ങനെ കമ്പ്യൂട്ടർ ഗെയിമിന് അടിമയായിട്ടിരിക്കുമ്പം നിങ്ങളുടെ യേശുവുമായുള്ള ബന്ധം ദുർബലപ്പെട്ടു പോകണമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഇതെനിക്കൊരു കരടാണ്. ചിലപ്പോൾ ചില വ്യക്തികളുമായുള്ള ബന്ധമായിരിക്കും നിങ്ങൾ യേശുവായുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളയണത്. അല്ല പ്രേമബന്ധങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ. പ്രേമം പാപമാണെന്ന് പുണ്യം അല്ല അന്വേഷിക്കേണ്ടത്. എൻ്റെ യേശുവിനെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് നോക്കണം. അത് വേണ്ടാന്ന് വെക്കണം. എനിക്കെൻ്റെ യേശുവായുള്ള ബന്ധം പ്രധാനപ്പെട്ടതായതുകൊണ്ട് മറ്റതൊക്കെ വേണ്ടാന്ന് വെക്കണം. ആ നഷ്ടം എനിക്ക് നഷ്ടമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ യേശുവാണ്. യേശു തായ്തടി, നമ്മൾ ബ്രാഞ്ചസ്. സദാ യേശുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ യേശുവായിട്ട് സംസാരിക്കാം, ഡ്രൈവ് ചെയ്യുമ്പോൾ യേശുവായിട്ട് സംസാരിക്കാം, പിന്നെ കുട്ടികളെ നോക്കുന്ന സമയത്ത് യേശുവായിട്ട് സംസാരിക്കാം, സ്കൂളിലേക്ക് പോകുമ്പോൾ യേശുവായിട്ട് സംസാരിക്കാം, അലക്കണ സമയത്ത് യേശുവായിട്ട് സംസാരിക്കാം, പാത്രം കഴുകുമ്പോൾ സംസാരിക്കാം, ഇരുന്ന് സംസാരിക്കാം, നടന്നുകൊണ്ട് പോകുമ്പോൾ സംസാരിക്കാം. നിങ്ങൾക്ക് എപ്പോഴും യേശുവിൻ്റെ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻഷിപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. യേശുവായുള്ള ബന്ധത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എങ്ങനെയാണ്? ഈശോയാണ്. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു ഗീവ്സ് അസ് പീസ്. സമാധാനം നൽകുന്നത് യേശുവാണ്. യോഹന്നാൻ 14:27 ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നൽകുന്ന സമാധാനം. നമ്മുടെ സമാധാനം യേശുവാണ്. സമാധാനം ഇല്ലാത്തവരുണ്ടെങ്കിൽ യേശുവിലേക്ക് ആയിട്ടില്ലെന്ന് മനസ്സിലാക്കണം. യേശു പറഞ്ഞു, ഐ ഗിവ് യു പീസ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. യേശുവായുള്ള ബന്ധത്തിൻ്റെ അടുത്ത പ്രത്യേകത, ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു വാഷസ് അവേ ഓൾ അവർ സിൻസ്. നമ്മുടെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളയുന്നത് യേശുവിൻ്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പാപമോചനത്തിൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞ് ഒരു കുരിശക്കറി കടന്ന് നിങ്ങളെ തറച്ചിട്ട് അങ്ങനെ ഒന്നിഞ്ഞ് പാപം കഴുകാൻ നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെ യേശു നമ്മുടെ മുഴുവൻ പാപങ്ങളും കഴുകി. ഞാനത് മനസ്സിലാക്കി. എൻ്റെ ഈശോയെ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാലുള്ള വിശുദ്ധീകരണം എനിക്ക് ലഭിക്കും. സൗജന്യ കഴുകൽ, സൗജന്യ വിശുദ്ധീകരണം.
ഇനി ആ പാപകടങ്ങൾ കഴുകാനൊന്നും ഒരു സ്ഥലത്ത് കൊണ്ടായിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, പള്ളിയിലേക്ക് പോവുക, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുക, കുമ്പസാരിക്കുക, സൗജന്യ പാപക്ഷമ. അടുത്ത പ്രാധാന്യം യേശു നമ്മളുടെ ബന്ധത്തിന് അടുത്ത്, ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു ഗീവ്സ് us റിപ്പൻറ്റൻസ്. അനുതാപം നൽകുന്നത് യേശുവാണ്. യേശുവിൻ്റെ നാമത്തിലാണ് അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അത് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 5:31. അപ്പോസ്തല പ്രവർത്തനം 5:31. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി ഉയർത്തി. ഹെബ്രായ 9:24. ഹെബ്രായ 9:24. മനുഷ്യനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഈശോ എന്തിനു വേണ്ടിയാണ് പോയത്? നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ. എനിക്ക് വേണ്ടി, ഞാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടി സ്വർഗസ്നായ പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ എൻ്റെ യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുകയാണ്. ഇനി ആരാ നിങ്ങൾക്ക് കൂടുതലായി വേണ്ടത്? റോമാലേഖനം 8:33-34 വാക്യങ്ങൾ. റോമാലേഖനം 8:33-34. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈശോ പറയുകയാണത്, അത് വട്ടായലച്ചനാ, ഞാൻ തിരഞ്ഞെടുത്ത ആളാണ്, കാര്യം മൂപ്പർക്ക് കുറച്ച് കുറവുകളും കുറ്റങ്ങളുണ്ടെങ്കിലും ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം, ഞാൻ അദ്ദേഹത്തിന് എല്ലാ ഉത്തരവാദിത്വം എടുത്തിരിക്കുന്നു. ഈശോ എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി പറഞ്ഞാൽ പിന്നെ വായിച്ചു നോക്കിയേ റോമ 8:33-34. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് എവിടെ ഇരുന്ന? പിതാവിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. അപ്പോൾ യേശു ക്രിസ്തു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമുക്ക് യേശുവുണ്ട്. വേഗം ഓടിച്ചെന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ എനിക്കിങ്ങനത്തെ വീഴ്ച പറ്റിയിട്ട് അനുദപിച്ച് വേഗം നമ്മൾ പറയണം. ഇല്ലെങ്കിൽ ഗമയിലും കൊമ്പീശ പിരിച്ച് നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ബലഹീനത നമ്മൾ യേശുവിൻ്റെ അടുത്ത് നിന്ന് പറയണം. യേശുവേ ഞാൻ വീണ്ടും പോയി മദ്യപിച്ച്, യേശുവേ ഞാൻ വീണ്ടും വീണ് പോയി, യേശുവേ എന്നെ പറ്റിച്ച്, എന്താ വെച്ചെങ്കിൽ അത് പറയുക. അപ്പോൾ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനായ യേശു പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി സംസാരിക്കും. എഴുന്നേറ്റ് തന്നെ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രാധാന്യം. യേശുവാണ് എല്ലാ പോയിന്റിലും നിൽക്കുന്നത്. ആ യേശുവിനോട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ആ യേശുവിനോട് സംസാരിക്കുന്നുണ്ടോ? ആ യേശുവിനോട് ആലോചന ചോദിക്കുന്നുണ്ടോ? ഒരു അബദ്ധം പറ്റി ആദ്യം പോയി യേശുവിനോട് പറയുമോ? ഉച്ചത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. പരിശുദ്ധാത്മാവില്ലെങ്കിൽ അത് മാനുഷികമായ ഒരു യത്നം മാത്രമായിരിക്കും. ഈശോയെ സ്നേഹിച്ചെന്ന് വിളിച്ചേ, യേശുവേ യേശുവേ എൻ്റെ ദൈവമേ, നീ എനിക്ക് മതിയായവൻ തന്നെ. എൻ്റെ പൊന്ന് ഈശോയെ, അങ്ങ് ഏറ്റവും വലിയവൻ തന്നെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയവൻ അങ്ങ് തന്നെയാവുന്നു. രണ്ട് കാര്യങ്ങൾ ഉയർത്തി മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എൻ്റെ ഈ നടപടിയിൽ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനോട് പറയാം, യേശുവേ നീ എനിക്കെന്നും മതിയായവൻ, യേശുവേ നീ എനിക്കെന്നും മതിയായവൻ, യേശുവേ മഹത്വത്തിൻ്റെ കർത്താവേ അങ്ങേ ഞാൻ ഏറ്റു പറയുന്നു, ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ യേശുവേ ദൈവമേ നീ എന്നും മതിയായവൻ. വലിയ സ്നേഹത്തോടെ യേശുവേ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ യേശുവേ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയം വലിയ അളവിൽ സ്വർഗത്തിൽ നിന്ന് കൃപാവരങ്ങൾ വർഷിക്കപ്പെടുന്ന സമയമാണ്. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി
എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഉറക്കെ കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് വിശ്വാസത്തിന്റെ അത്ഭുത അഭിഷേകം വർഷിക്കണമേ. സർവ്വര് ഹൃദയം തുടങ്ങി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, വിശ്വാസ കൃപ ചൊരിയൂ, വിശ്വാസ കൃപ ചൊരിയൂ.